ഓക്കെ, അപ്പൊ നമുക്ക് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റി നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് എക്കണോമിക് ഒബ്ജക്റ്റീവ്. ബിസിനസിന്റെ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏർണിംഗ് ആഡിക്വേറ്റ് പ്രോഫിറ്റ്. മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? ഏർണിംഗ് ആഡിക്വേറ്റ് പ്രോഫിറ്റ്. അതായിരിക്കണം ഒരു ബിസിനസിന്റെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ്. ഏർണിംഗ് പ്രോഫിറ്റ്. ഓക്കെ, അതായിരിക്കണം എപ്പോഴും ഒബ്ജക്റ്റീവ്. മെയിൻ ഒബ്ജക്റ്റീവ് എന്താ ബിസിനസിന്റെ? ഏർണിംഗ് പ്രോഫിറ്റ്. എക്സ്പ്ലോറിംഗ് ന്യൂ മാർക്കറ്റ് ആൻഡ് ക്രിയേഷൻ ഓഫ് മോർ കസ്റ്റമേഴ്സ്. എന്താണ്? പുതിയ പുതിയ മാർക്കറ്റ്, ജിയോഗ്രാഫിക് മാർക്കറ്റിലേക്ക് ബിസിനസ് കൊണ്ടുപോവുക. എന്നിട്ട് എന്താണ്? പല ടൈപ്പ് കസ്റ്റമേഴ്സിനെ, ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക. ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസിന്റെ ഓപ്പറേഷന്റെ എക്സ്പാൻഷൻ, അതായത് കുറച്ചുകൂടെ ഇന്നോവേറ്റ് ചെയ്ത് കുറച്ച് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ബിസിനസ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുക, വലുതാക്കുക. അതൊക്കെയാണ് എക്കണോമിക് ഒബ്ജക്റ്റീവ്. മേക്കിംഗ് ഇന്നോവേഷൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. മേക്കിംഗ് യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് കൊണ്ട് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. യൂട്ടിലൈസേഷൻ ഓഫ് എന്താണ്? അവൈലബിൾ റിസോഴ്സസ്. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്തൊക്കെയുണ്ടാവാം? റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി, പവർ, റോ മെറ്റീരിയൽസ്, പല ടൈപ്പ് ഇൻപുട്സ് ഒക്കെ ഇല്ലേ, റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ എന്താ ഇൻഫർമേഷൻസ്, നോളജ്, ഇതൊക്കെ മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത്രേ ഉള്ളൂ. അതൊക്കെയാണ് നമ്മുടെ എക്കണോമിക് ഒബ്ജക്റ്റീവിൽ പെടുന്നത്. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്ക്. പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ സൊസൈറ്റി. അതായത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിയോടുള്ള എന്താണ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ക്വാളിറ്റി ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. മേക്കിംഗ് ഗുഡ്സ് അവൈലബിൾ അറ്റ് റീസണബിൾ പ്രൈസ്. റീസണബിൾ പ്രൈസിൽ ഗുഡ്സ് എന്ത് ചെയ്യുക? അവൈലബിൾ ആക്കുക. അതായത് ഒരുപാട് നമ്മുടെ ജനങ്ങൾക്ക് കസ്റ്റമേഴ്സിന് താങ്ങാൻ കഴിയുന്ന വിലയിൽ എന്ത് ചെയ്യുക? ഈ ഗുഡ്സ് വിൽക്കുക. അവോയ്ഡൻസ് ഓഫ് അൺഫെയർ പ്രാക്ടീസ് ലൈക്ക് ഹോർഡിംഗ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഓവർ ചാർജിങ് എക്സെട്ര. ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഹോർഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാർക്കറ്റിലുള്ള വിലയെക്കാളും കൂട്ടി വിൽക്കുക. ഓക്കെ, ഒരുപാട് പ്രൈസ് ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വിൽക്കുന്നത്. അതൊക്കെ എന്താ? ഒഴിവാക്കുക. അതുപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക. കോൺട്രിബ്യൂട്ടിംഗ് ടുവാർഡ്സ് ജനറൽ വെൽഫെയർ ആൻഡ് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. അതായത് സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. എൻഷുറിംഗ് ഫെയർ റിട്ടേൺ ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആരാ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ബിസിനസ് ഒരു വലിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അതിൽ ഒരുപാട് പേര് ഷെയർസ് വാങ്ങും. ആ ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്ത്? ഇൻവെസ്റ്റേഴ്സ്. ബിസിനസ്സിൽ എന്താണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഇൻവെസ്റ്റേഴ്സ്. ഇപ്പൊ ചിലപ്പോ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ ഒക്കെ നിങ്ങൾ പഠിക്കും. ഡിബഞ്ചേഴ്സ്, ഇതൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലായിട്ട് ഒരു റിട്ടേൺ നമുക്ക് തിരിച്ചു കിട്ടണം. ഓക്കെ, അപ്പൊ എന്താണ്? ഇൻവെസ്റ്റേഴ്സിനോടും നമ്മൾ എന്താ അക്കൗണ്ടബിൾ ആയിരിക്കണം. ബിസിനസ് അവർക്കും എന്താണ്? ഫെയർ ആയിട്ടുള്ള റിട്ടേൺ പ്രൊവൈഡ് ചെയ്യണം. Taking steps in the direction of consumer education, conserving natural resources and wildlife and protecting the environment. അതായത് കസ്റ്റമേഴ്സിന് ഈ പ്രൊഡക്റ്റിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുക. അവർക്ക് എന്താണ്? പ്രോപ്പർ ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇതിനെ പറ്റി, ഈ പ്രൊഡക്റ്റിനെ പറ്റി അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ ഇതുപോലെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്താ? നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണോണ്ട്. ഓക്കെ, എൻവയോൺമെന്റിനെയും കൂടി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കണം അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. കിറ്റക്സ് എന്തുകൊണ്ടാണ് അടച്ചത്? അത് എൻവയോൺമെന്റിന് എന്താണ്? എൻവയോൺമെന്റില് പല ടൈപ്പുള്ള പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എൻവയോൺമെന്റിനോട് അത് നീതി പുലർത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ പറ്റി ഇങ്ങനെയൊരു കേസ് വന്നത്. ഓക്കെ, അപ്പൊ അത് മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എൻവയോൺമെന്റിലും എന്താണ്? അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നും കൂടി നോക്കണം. അടുത്ത ഹ്യൂമൻ ഒബ്ജക്റ്റീവ്. ഹ്യൂമൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള എംപ്ലോയീസിനോടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. അവരോടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി. അതായത് പ്രൊവൈഡിങ് ഫെയർ റെമ്യൂണറേഷൻ ആൻഡ് ഇൻസെന്റീവ്. അവർക്ക് എന്താണ്? ഫെയർ റെമ്യൂണറേഷനും ഇൻസെന്റീവ്സും കൊടുക്കണം. അവർ ചെയ്യുന്ന വർക്കിനോടുള്ള കൂലി അവർക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം.
അറേഞ്ച്മെന്റ് ഓഫ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് പ്രോപ്പർ വർക്ക് എൻവയോൺമെന്റ് ഫോർ ദ എംപ്ലോയി. അതായത് അവർക്ക് ഒരു നല്ല വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് അവർ വർക്ക് ചെയ്യുന്ന, എന്നാലേ അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തോന്നുള്ളൂ. ഇപ്പൊ ഒരു ഭയങ്കര ചൂടുള്ള കാലത്ത് ഫാനൊന്നും കൊടുക്കാതെ അവരോട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല. അപ്പൊ എംപ്ലോയീസിനെ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വലിയൊരു കാര്യമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എംപ്ലോയീസിനെ നല്ല രീതിയിൽ നിർത്തിയാലല്ലേ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്താലാണ് നല്ല ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എംപ്ലോയീസിനെ എപ്പോഴും നല്ല രീതിയിൽ നിർത്തുക. അവര് നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രതിഫലങ്ങൾ, അതായത് ഇൻസെന്റീവ്സ്, റിവാർഡ്, ബോണസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. എന്നാലേ അവർക്ക് അവിടെ നിൽക്കാൻ തോന്നുള്ളൂ. ഓക്കെ. പിന്നെ എന്താണ് അറേഞ്ച്മെന്റ്, പ്രൊവൈഡിങ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ബൈ മേക്കിംഗ് ദി ജോബ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ചലഞ്ചിങ്, പുട്ടിങ് ദ റൈറ്റ് പേഴ്സൺ ഇൻ റൈറ്റ് ജോബ്. അതായത് ഓരോ വ്യക്തിയും എന്ത് ജോലി അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഉള്ള ജോലിയിൽ പ്ലേസ് ചെയ്യണം. അല്ലാതെ റോങ് ഇതൊക്കെ പ്ലേസിലേക്കൊക്കെ അവരെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നല്ലൊരു ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ആപ്റ്റ് ആയിട്ടുള്ള ജോലി അവർക്ക് കൊടുക്കുക. പ്രൊവൈഡിങ് ദ എംപ്ലോയീസ് വിത്ത് മോർ ആൻഡ് മോർ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റി, അവർക്ക് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതല്ലാതെ എപ്പോഴും ഒരേ രീതിയിൽ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മടുപ്പായി തുടങ്ങും. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രൊമോഷൻ കൊടുക്കുക. നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ ഒക്കെ കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യാം. പ്രൊവൈഡിങ് ട്രെയിനിങ്, ഓർഗനൈസിങ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫോർ ദ ഗ്രോത്ത് ഓഫ് എംപ്ലോയി. അപ്പൊ എംപ്ലോയീസിന് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുക. അത് അപ്പൊ അവർക്ക് ഒരുപാട് കുറച്ചുകൂടെ എന്തൊക്കെ പല ഐഡിയാസ് ഒക്കെ അവർക്ക് ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ടു ദ ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് പീപ്പിൾ ഹു ആർ ഫിസിക്കലി ആൻഡ് മെന്റലി ചാലഞ്ച്. അതായത് കുറച്ചുകൂടെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി ഒക്കെ കൊടുക്കുക ബിസിനസ്സിൽ. അതുകൊണ്ട് എന്താണ് അവർക്ക് നല്ലൊരു സഹായമല്ലേ, അവരുടെ പോവർട്ടി ഒക്കെ അവർക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നാഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാഷണൽ ഒബ്ജക്റ്റീവ് എന്ന് ഒരുപാട് പേര് ദാരിദ്ര്യം പട്ടിണിയൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ജോബ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അത് വലിയൊരു കാര്യമായിരിക്കും. ഓക്കെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാഷണൽ പോവർട്ടി ഒഴിവാക്കാം. Promotion of social justice, produce and supply goods in accordance with the national interest and priority, payment of taxes and other dues honestly and regularly, helping the state in maintaining law and order by promoting good industrial relations, implementing government economic and financial policy framed from time to time. എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ നേഷനോടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് ബിസിനസിന്റെ. അതായത് അവരുടെ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ ചില ഗുഡ്സിനൊക്കെ വിലക്കുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പുകയില, അതുപോലെ മറ്റേ ഹാൻഡ്സ്, ഇതൊന്നും വിൽക്കാൻ പാടില്ല അല്ലേ? അതൊക്കെ ഇല്ലീഗലാണ്. അപ്പൊ അതൊക്കെ നാഷണൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കാണത്. അതൊക്കെ അവഗണിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബിസിനസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇല്ലീഗലാണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ നേഷനോടുള്ള ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം ബിസിനസ് ചെയ്യാൻ. ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള ബിസിനസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു നികുതി ഗവൺമെന്റിന് അടയ്ക്കുക എന്നുള്ളത്, ടാക്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോ ഇത്ര രൂപയിൽ കൂടുതൽ ഇൻകം ഉള്ളവര് എന്തായാലും ടാക്സ് അടയ്ക്കണം, അത് നിർബന്ധമാണ്. അപ്പൊ ആ ടാക്സ് അടയ്ക്കുക എന്നുള്ളത് ബിസിനസ്സുകാരുടെ ഡ്യൂട്ടിയാണ്. അവര് പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ടാക്സ് ഗവൺമെന്റിന് കൊടുക്കുക, അത് കൃത്യമായിട്ട് ചെയ്യുക. ഹെൽപ്പിംഗ് ദ സ്റ്റേറ്റ് ഇൻ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ ബൈ പ്രൊമോട്ടിംഗ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അതായത് പല ഇൻഡസ്ട്രീസ് തമ്മിലുള്ള റിലേഷൻസ് കീപ്പ് ചെയ്യുക. അതായത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് എങ്ങനെ പ്രവർത്തിക്കണോ അതുപോലെ തന്നെ പ്രവർത്തിക്കുക. അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. ഇംപ്ലിമെന്റിംഗ് ഗവൺമെന്റ് എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ പോളിസീസ് ഫ്രെയിംഡ് ഫ്രം ടൈം ടു ടൈം. അതായത് ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഓരോ പോളിസീസും ഇംപ്ലിമെന്റ് ചെയ്യുക. ഇപ്പൊ ബിസിനസ് ഇതുപോലെയാണ് നീ കണ്ടക്ട് ചെയ്യാന്ന് ഗവൺമെന്റ് ഇറക്കി കഴിഞ്ഞാൽ അതുപോലെ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ പോളിസി പ്രൊസീജിയർ അനുസരിച്ച് വേണം ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ. ഇതൊക്കെയാണ് നമ്മുടെ നാഷണൽ ഒബ്ജക്റ്റീവ്. ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്. ഇനി ഗ്ലോബൽ ഒബ്ജക്റ്റീവും കൂടി ഉണ്ട്. അതെന്താണ്? മേക്കിംഗ് അവൈലബിൾ globally competitive goods and services, reducing disparity among rich and poor nation by expanding its operations. ഗ്ലോബൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ. അപ്പോൾ
കോമ്പറ്റേറ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ് വേണം എന്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ. കോമ്പറ്റേറ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ്സിന് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവണം. നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം. മാർക്കറ്റിൽ നല്ല കോമ്പറ്റീഷൻ ഉള്ള പ്രൊഡക്റ്റ് ഇറങ്ങിയാലല്ലേ അതിന് നല്ലൊരു ഇതുണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ എന്താണ്, റിച്ച് ആൻഡ് പുവർ നേഷൻ തമ്മിലുള്ള വ്യത്യാസം നോക്കാതെ എന്താണ് ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ നല്ല രാജ്യത്തേക്ക് മാത്രമേ ഇത് കയറ്റി അയക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. എന്താണ്, റിച്ചും പുവറും നോക്കാതെ എല്ലാ നേഷൻസിലേക്കും നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയായിരുന്നു? എക്കണോമിക് ഒബ്ജക്റ്റീവ്, പിന്നെ എന്താണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്, ഹ്യൂമൻ ഒബ്ജക്റ്റീവ്, നാഷണൽ ഒബ്ജക്റ്റീവ്, ഗ്ലോബൽ ഒബ്ജക്റ്റീവ്. ഓക്കെ, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അടുത്ത ടോപ്പിക് റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ബിസിനസ്. ഞാൻ പറഞ്ഞു ബിസിനസ്സില് പ്രോഫിറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്തോരമുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ആണ് പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആവുമ്പോൾ അത് വേറെ എന്തൊക്കെ ഇമ്പോർട്ടൻസ് അതിനുണ്ട് എന്നാണ് നോക്കുന്നത്. സർവൈവൽ. Profit help organization to replace old asset and increase the capacity of an organization to survive. അതായത് സർവൈവിന് വേണ്ടിയിട്ട് എന്താണ് പ്രോഫിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഓൾഡ് അസറ്റ് ഒക്കെ മാറ്റി പുതിയ അസറ്റ് വാങ്ങിച്ച് എന്താണ് ആ ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. അതായത് ഫ്യൂച്ചർ ഗ്രോത്ത് തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഇന്നോവേറ്റ് ചെയ്യാൻ നമുക്ക് തോന്നുകയാണ്, കുറച്ചുകൂടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ തോന്നുകയാണ്. അപ്പൊ എന്താണ്, പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ അതിനൊക്കെ പറ്റുള്ളൂ. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയാലല്ലേ കുറച്ചുകൂടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് തോന്നാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഇങ്ങനെ കിടക്കും. ഇൻസെന്റീവ്, അതായത് നമ്മുടെ ഓണർ, ബിസിനസിന്റെ ഓണർ എത്രത്തോളം എഫോർട്ട് എടുക്കുന്നോ അത്രയും അവർക്ക് എന്താണ് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ അത് ഇവർക്കൊരു ഇൻസെന്റീവ് ആണ്. പ്രസ്റ്റീജ്, ബിസിനസിന്റെ പ്രസ്റ്റീജ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസിനെ സംബന്ധിച്ച് എന്താണ് നല്ലൊരു പ്രസ്റ്റീജും ഉണ്ടാവും. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ല സാലറി കിട്ടും അല്ലെ, നല്ല പേരുണ്ടാവില്ലേ. അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിലൂടെ ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ സാധിക്കും. മെഷർ ഓഫ് എഫിഷ്യൻസി, അതായത് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന സ്ഥാപനം എന്താണ്, നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനമായിരിക്കും. നല്ല എഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഫിറ്റും കിട്ടുള്ളൂ. അപ്പൊ അതിലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, എങ്കിൽ മാത്രമേ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. എങ്കിലേ എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ, എങ്കിലേ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ. മെഷർ ഓഫ് ലൈവ്ലിഹുഡ് ടു ബിസിനസ് മാൻ. പ്രോഫിറ്റ് എന്താണ്, ബിസിനസ് മാൻ ഒരു ലൈവ്ലിഹുഡ് ആണ്. അതായത് അയാൾക്ക് ഡെയിലി കിട്ടുന്ന ഒരു ഇൻകം, അയാളുടെ ഇൻകം ആണ് ഈ പ്രോഫിറ്റ്. മനസ്സിലായില്ലേ പ്രോഫിറ്റിന്റെ ഇമ്പോർട്ടൻസ്? പിന്നെ നമുക്ക് നോക്കേണ്ടത് ബിസിനസ് റിസ്ക് ആണ്. ബിസിനസ് റിസ്കിന്റെ പല നേച്ചർ ഞാൻ പറഞ്ഞു എന്താണ് ബിസിനസ് റിസ്ക് എന്ന്. ബിസിനസ്സിൽ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. അപ്പൊ ആ റിസ്ക് എങ്ങനത്തെയൊക്കെ റിസ്ക് ആണെന്ന് നമുക്ക് നോക്കാം. അൺസർട്ടനിറ്റി, അതായത് ഫ്യൂച്ചർ ആക്ഷൻസ് നമുക്ക് അറിയില്ല, ബിസിനസിന്റെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണെന്ന് അറിയില്ല. അപ്പോ ഈ ഫ്യൂച്ചർ നമുക്ക് അറിയില്ലാത്തടത്തോളം കാലം റിസ്ക് ഉണ്ടാവും. ഫ്യൂച്ചർ ആക്ടിവിറ്റി അൺസർട്ടൻ ആണ്. അപ്പൊ എന്താണ്, അതിന്റെ ഒരു റിസ്ക് നമുക്ക് ഉണ്ടാവും. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ക്രൈസിസ് വന്നു, കോവിഡ് ക്രൈസിസ് വരുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അതൊരു റിസ്ക് എലമെന്റ് ആണ്. ഒരുപാട് ബിസിനസ് പൂട്ടി പോയിട്ടുണ്ട്, അതൊരു മേജർ റിസ്ക് ആണ്. അതുപോലെ തന്നെയാണ് വേറെ കോഴ്സ് അൺസർട്ടനിറ്റി എന്ന് പറയുമ്പോൾ ഫ്ലഡ്, എർത്ത്, ഇപ്പൊ നമുക്ക് വെള്ളപ്പൊക്കം വന്നില്ലേ, ഫ്ലഡ് വന്നത് തന്നെ എന്താണ് വലിയൊരു ക്രൈസിസ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ കോസസ് ഉണ്ട്. ഇപ്പൊ ഇത് നാച്ചുറൽ കോസസ് ആണ്. ഇപ്പൊ ഈ കോവിഡ് വന്നതും ഒക്കെ നാച്ചുറൽ കോസസ് ആണ്. അതായത് നമ്മുടെ ജനങ്ങളൊന്നും കൊണ്ടുവന്നതല്ല, അത് നാച്ചുറൽ ആയിട്ട് വന്നതാണ്. പിന്നെ ഹ്യൂമൻ കോസസ് ഉണ്ട്, അതായത് ജനങ്ങളായിട്ട് കൊണ്ടുവരുന്ന റിസ്ക്. അതാണ് സ്ട്രൈക്ക്, സമരമൊക്കെ. ഇപ്പൊ എംപ്ലോയീസ് ഒരുമിച്ച് നിന്ന് സമരം ചെയ്യാൻ പോവാണ്, അവർക്ക് എന്ത് ചെയ്യാ, നല്ല വേജ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും നമുക്ക് ബിസിനസ്സിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നേരത്തെ. അതിൽ ലോക്കൗട്ട്സ്, ആക്സിഡന്റ്സ്, തെഫ്റ്റ്, തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷണം വരികയാണ്, അല്ലെങ്കിൽ എന്താണ് ബാഡറ്റ് എന്ന് പറഞ്ഞാൽ ബാഡറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോ? ബാഡറ്റ് എന്ന് പറഞ്ഞാല് നമ്മളൊരു വ്യക്തിക്ക് പൈസ
ഗുഡ്സ് വിറ്റു. നമ്മുടെ ബിസിനസ് എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഗുഡ്സ്, ഇപ്പൊ നമ്മള് അംബർലയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അംബർല വിറ്റു, ഒരു കമ്പനിക്ക് വിറ്റു കുറച്ച്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വിറ്റു കഴിഞ്ഞാൽ അവര് പറയാണ് പൈസ അടുത്ത മാസം തരാം. അപ്പൊ അവരെന്താവും? നമ്മുടെ ഡെറ്റേഴ്സ് ആവും. ഡെറ്റേഴ്സ്. ഓക്കെ, അടുത്ത മാസം തരാന്ന് പറയുമ്പോ അവര് നമ്മുടെ ഡെറ്റേഴ്സ് ആണ്. എന്നിട്ട് അവര് തന്നില്ല. ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, അവര് പൈസ തന്നില്ല. അതെന്താവും? ബാഡ് ഡെറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം നമുക്ക് മനസ്സിലാവുകയാണ് ഈ വ്യക്തി ഇനി തരാൻ പോകുന്നില്ല, കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര മോശമാണ്, സോ അവര് തരില്ല. അത് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഡെറ്റ് ബാഡ് ആവും, കിട്ടാത്ത കടം. അങ്ങനെയുണ്ട് റിസ്ക്. നമുക്ക് നേരത്തെ അറിയില്ല. നമ്മളിപ്പോ സാധനം വിൽക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല ഇവര് പൈസ തരുമോ ഇല്ലയോ എന്ന്. കടം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കാശ് തരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ അങ്ങനെ റിസ്ക് ഉണ്ട്. പിന്നെ അതുപോലെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്, പ്രൈസ് ഫാള്, അതൊക്കെ പെടും. പിന്നെ എന്താണ്? പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക്. പിന്നെ എന്താണ്? ഈ പ്രോഫിറ്റ് ആണ് എന്ത്? റിസ്കിനുള്ള ഒരു റിവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്കേ എന്ത്? നല്ല പ്രോഫിറ്റ് കിട്ടുള്ളൂ. നല്ല ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഡിഫിക്കൾട്ട് ടു മെഷർ. എ ബിസിനസ്മാൻ മേ ആന്റിസിപ്പേറ്റ് സം റിസ്ക്. He cannot predict all the risk which will occur in future. Therefore, risk cannot be measured accurately. അവർക്ക് അറിയില്ല ഇപ്പൊ എത്രത്തോളം റിസ്ക് വരുമെന്ന് ഫ്യൂച്ചറിൽ. അപ്പൊ അതൊരു കൃത്യമായിട്ടൊരു മെഷർമെന്റ് നമുക്ക് പറയാൻ പറ്റില്ല ഈ റിസ്കിന്. ചിലപ്പോ വരാം, ചിലപ്പോ വരാതിരിക്കാം. ഇത്രയേ ഉള്ളൂ. എസെൻഷ്യൽ എലമെന്റ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിലെ ഒരു എസെൻഷ്യൽ എലമെന്റ് ആണ്. റിസ്ക് ഇല്ലാതെ ബിസിനസ് ഇല്ല. ഇല്ലേ? റിസ്ക് നമുക്ക് എടുക്കാതെ ബിസിനസ് ഇല്ല, മുന്നോട്ട് കൊണ്ടുപോകില്ല, പറ്റില്ല. അതാണ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ബിസിനസ് ആണ് റിസ്ക്. വേരിയബിലിറ്റി. അക്കോർഡിംഗ് ടു ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്, ഡിഗ്രി ഓഫ് റിസ്ക് വേരി. ഇപ്പൊ വലിയൊരു എന്റർപ്രൈസിനെ സംബന്ധിച്ച് ഹ്യൂജ് റിസ്ക് ഉണ്ടാവും, വലിയ റിസ്ക് ഉണ്ടാവും. അതുപോലെ ആയിരിക്കില്ല ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പിനുള്ളത്. ഇപ്പൊ നമ്മളൊരു പലചരക്ക് കട നടത്താൻ തീരുമാനിച്ചു, അതിനുള്ള റിസ്ക് ആയിരിക്കുമോ വലിയൊരു ഫാക്ടറി നടത്താൻ തീരുമാനിച്ചുണ്ടാവുന്നത്? അപ്പൊ റിസ്ക് തമ്മിലുള്ള വ്യത്യാസമാണ് വലിയ ഇൻഡസ്ട്രീസും ചെറിയ സ്ഥാപനങ്ങളും തമ്മിലുള്ള ആ റിസ്കിന്റെ വേരിയേഷൻസ്. ഇനി പറയാൻ പോകുന്നത് കോസസ് ഓഫ് ബിസിനസ് റിസ്ക് ആണ്. ബിസിനസ് റിസ്കിന്റെ കാരണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. നാച്ചുറൽ കോസസ് പറഞ്ഞു. നാച്ചുറൽ കോസസ് എന്താണ്? ഫ്ലഡ്, ഈ വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, അതുപോലെ തന്നെ തീപിടുത്തം, അതൊക്കെ എന്താ? നാച്ചുറൽ കോസസ് ആണ്. നമ്മുടെ ആരുടെയും പ്രവൃത്തി ഇല്ലാതെ വരുന്നത് അതൊക്കെ. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്കണോമിക് കോസസ് ഇൻ ദ ഫോം ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് ഡിമാൻഡ്, ഫ്ലക്ച്വേഷൻ ഇൻ പ്രൈസ്, അവൈലബിലിറ്റി ഓഫ് ചീപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട്, കോമ്പറ്റീറ്റിംഗ് ബിസിനസ് ഫോംസ് എക്സെട്ര. എക്കണോമിക് കോസസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇപ്പൊ ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുക. ഇപ്പൊ ഞാൻ പറഞ്ഞ അംബ്രല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഈ മഴക്കാലത്ത് മാത്രമേ അംബ്രല്ലക്ക് സീസൺ ഉള്ളൂ, അല്ലെ? വേനൽക്കാലം ആകുമ്പോ അതിന്റെ ഡിമാൻഡ് കുറയും. അപ്പൊ എന്താണ്? അതൊരു റിസ്ക് ആണ്. അത് സീസണൽ പ്രൊഡക്ട്സ് ആണ്. അത് കൂടാതെ ഇപ്പൊ മൊബൈൽ ഫോൺ എക്സാമ്പിൾ പറയാം. മൊബൈൽ ഫോണിന് ഇപ്പൊ നല്ല മാർക്കറ്റാ. കാരണം എന്താ? ഈ ഒരു ക്രൈസിസ് വന്നതുകൊണ്ട് മൊബൈൽ ഫോണ്, അതായത് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആവശ്യമുണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ എല്ലാം മൊബൈൽ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. മൊബൈലിലൂടെയാണ് നമ്മളിത് കാണുന്നത്, അല്ലെ? അപ്പൊ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് ഇപ്പോ. അപ്പൊ ഇതിന്റെ ഡിമാൻഡ് കൂടി. ഇത് ചിലപ്പോ ഒരു കാലത്ത് ഇതിന്റെ ഡിമാൻഡ് ചിലപ്പോ കുറഞ്ഞു പോകും. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ നല്ലത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഡിമാൻഡ് പോകും. അപ്പൊ എന്താണ്? ആ ഒരു ഫ്ലക്ച്വേഷൻ ഇൻ ഡിമാൻഡ് അതൊരു റിസ്ക് ആണ്. ചിലപ്പോ ഇപ്പൊ നന്നായിട്ട് വന്നു. ഇത് മൊബൈൽ കമ്പനിക്കൊക്കെ നല്ല പ്രോഫിറ്റ് ആയിരിക്കും ഇപ്പൊ. അതുപോലെ എല്ലാ കമ്പനിക്കും ആവണമെന്നില്ല, എല്ലാ ടൈപ്പ് കമ്പനിക്കും ആവണമെന്നില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ഇതൊക്കെ വന്നു, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതൊക്കെ വന്നതോടുകൂടി എന്താ? നമ്മൾ കടയിൽ പോക്കൊക്കെ കുറച്ചു. നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. അപ്പൊ എന്താണ്? പല കടകൾക്കും എന്താ? ഡിമാൻഡ് കുറഞ്ഞു, അല്ലെ? അതൊക്കെയാണ് ഫ്ലക്ച്വേഷൻ ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ കോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ റൂളിംഗ് പാർട്ടി ആര് ഭരിക്കുന്നു അവരുടെ ഇതനുസരിച്ചിരിക്കും എന്ത്? ടാക്സ് പോളിസി, അതുപോലെ തന്നെ ലൈസൻസ്, ഓരോ പ്രൊഡക്റ്റിന്റെ ലൈസൻസും ടാക്സ് ലെവി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ ഓരോ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീനെ അനുസരിച്ചിരിക്കും. അപ്പൊ അതും ഫ്യൂച്ചറിൽ ചേഞ്ച് ചെയ്യും. എന്തൊക്കെ ചേഞ്ചസ് ആണ് അവർ വരുത്തിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ഉണ്ട് റിസ്ക്.
ഹ്യൂമൻ കോസസ്. ഹ്യൂമൻ കോസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു, ഇപ്പൊ കമ്പനിയിൽ നമ്മുടെ ബിസിനസ്സിൽ തന്നെയുള്ള എംപ്ലോയീസ് സമരം നടത്താൻ തീരുമാനിച്ചു. റിസ്ക് നമുക്ക് അറിയാൻ പറ്റില്ല, നേരത്തെ നമുക്ക് അറിയില്ല, അതൊക്കെ ഒരു റിസ്ക് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ലോസ് വരിക, ആരെങ്കിലും എന്തെങ്കിലും ഇല്ലീഗൽ പ്രാക്ടീസ്, മാൽ പ്രാക്ടീസസ് ബിസിനസ്സിൽ നടത്തുക. മാൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ ബിസിനസ്സിൽ തന്നെ നടത്തുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? അതൊരു റിസ്ക് ആണ്. ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ കോസസ് എന്ന് പറഞ്ഞാൽ മെഷീനറി ടെക്നോളജിയിലൊക്കെ വരുന്ന മാറ്റങ്ങൾ. ഇപ്പൊ ടെക്നോളജി ചില സമയത്ത് ചില ടെക്നോളജി എന്താണ്? ഒബ്സലേറ്റ് ആയി പോകും. അതായത് ചില ടെക്നോളജിയുടെ ഉപയോഗം ഒന്നും ഇല്ലാതെ ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് റിസ്ക്, കോസസ് ഓഫ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. നാച്ചുറൽ കോസസ് ഉണ്ട്, എക്കണോമിക് കോസസ് ഉണ്ട്, പൊളിറ്റിക്കൽ കോസസ് ഉണ്ട്, ഹ്യൂമൻ കോസസ് ഉണ്ട്, ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ കോസസ് ഉണ്ട്. അപ്പൊ ഈ കോസസ് ഒക്കെ വന്നിട്ട് നമ്മുടെ റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറായാൽ മാത്രമേ നല്ലൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറാവണം. റിസ്ക് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. ചിലപ്പോൾ റിസ്ക് എടുത്താൽ ചിലപ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്, ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. പിന്നെ നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും ലോസ് വരുമോ പ്രോഫിറ്റ് വരുമോ എന്നുള്ളതൊക്കെ. ഓക്കെ, അടുത്ത പോർഷനിലേക്ക് നമുക്ക് പോവാം. ഇതിന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇൻഡസ്ട്രി ആണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡസ്ട്രിയും കമ്പനിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇൻഡസ്ട്രി ഒരുപാട് കമ്പനികൾ കൂടുന്നതാണ് ഒരു ഇൻഡസ്ട്രി. അതായത് ഒരേ ടൈപ്പ് സാധനങ്ങൾ എന്ത് ചെയ്യുക? പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, അതാണ് ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പൊ ടയർ ഇൻഡസ്ട്രി. ടയർ ഇൻഡസ്ട്രീസ് എന്താ? ടയർ ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടയർ ഇൻഡസ്ട്രീസിൽ തന്നെ എന്താ? ഒരുപാട് കമ്പനീസ് ഇല്ലേ? അപ്പൊ അതിന്റെ ഒരു ഇൻഡസ്ട്രി ആണ് ഇത് മെയിൻ ആയിട്ട്. ഇപ്പൊ വേറെ പറയുകയാണെങ്കിൽ പെട്രോളിയം ഇൻഡസ്ട്രി. പെട്രോളിയം ഇൻഡസ്ട്രീസിൽ എന്താണ് മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പെട്രോൾ ആണ്. അതിന്റെ ഒരു വലിയ ഇൻഡസ്ട്രി ഉണ്ട്. അതിനൊരു വേറെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. പെട്രോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിന്റെ ഒക്കെ കൂടെ ഒരു ഇൻഡസ്ട്രി ആണ് പെട്രോളിയം ഇൻഡസ്ട്രി. അപ്പൊ ഈ ഇൻഡസ്ട്രിയെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റി. നേച്ചർ ഓഫ് ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതനുസരിച്ച് ഇൻഡസ്ട്രീനെ ക്ലാസിഫൈ ചെയ്യാം. അതൊന്നാണ് പ്രൈമറി ആക്ടിവിറ്റി, സെക്കൻഡറി ഇൻഡസ്ട്രീസ്, ടെറിട്ടറി ഇൻഡസ്ട്രീസ്. ഇതെന്തൊക്കെയാണെന്ന് പഠിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇൻഡസ്ട്രീനെ ക്ലാസിഫൈ ചെയ്യാം. കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രി, പ്രൊഡ്യൂസർ ഗുഡ്സ് ഇൻഡസ്ട്രി. ഓൺ ദ ബേസിസ് ഓഫ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഇടുന്നതനുസരിച്ച് ഇൻഡസ്ട്രി ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഹെവി ഇൻഡസ്ട്രി, ലൈറ്റ് ഇൻഡസ്ട്രി. സൈസ് ഓഫ് ആക്ടിവിറ്റി, സ്മോൾ സ്കെയിൽ ഉണ്ട്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻഡസ്ട്രിയുടെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ആണ്. പ്രൈമറി ഇൻഡസ്ട്രി എന്താന്ന് നോക്കാം. Primary industry refers to activity of extraction of natural resource like coal, oil, mineral, etc. and reproduction and development of living organism like plants, animal, etc. Primary industry can be categorized as extractive, generic industry. അതായത് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ നാച്ചുറൽ റിസോഴ്സസ് ആയ കോൾ, ഓയിൽ, മിനറൽസ് ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാണ്? എക്സ്ട്രാക്ട് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സംഭവത്തിനെയൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രൈമറി ഇൻഡസ്ട്രി. പെട്രോളിയം ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോള്, ഓയില്, മിനറൽസ് ഇതൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുന്നില്ലേ? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? അതിനുള്ള ഒരു പ്രത്യേക ഇൻഡസ്ട്രി ഉണ്ട്. ഈ നാച്ചുറൽ റിസോഴ്സസ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രത്യേക ഇൻഡസ്ട്രി ഉണ്ട്. അതാണ് പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അതിനാണ് തുടങ്ങണേ. അപ്പൊ നമ്മൾ കോള്, ഓയില്, മിനറൽസ് ഒക്കെ കോളൊക്കെ കുഴിച്ചെടുക്കുകയാണ് അല്ലെ? അതുപോലെ തന്നെ കൽക്കരി കുഴിച്ചെടുക്കുകയാണ്. അപ്പൊ അതിനൊരു ഫാക്ടറി ഉണ്ട്, അതിനൊരു ഇൻഡസ്ട്രി ഉണ്ട്. ഓയില്, അപ്പൊ എന്ത് ടൈപ്പ് ഓയിലും ആവാം. ഓയില് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇൻഡസ്ട്രി. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇതിനെ ജനറേറ്റ് ചെയ്ത് വേറെ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ.
ഓക്കെ, അത് വേറെ ഇൻഡസ്ട്രിയാണ്. ഇത് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് ഇത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഈ പ്രൈമറി ഇൻഡസ്ട്രീനെ എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും ജനറിക് ഇൻഡസ്ട്രി എന്നും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതായത് ഇപ്പൊ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കളക്ടിങ് നാച്ചുറൽ ഹണി, ടിമ്പർ, അതായത് കളക്ടിങ് നാച്ചുറൽ ഹണി ഒക്കെ കളക്ട് ചെയ്തിട്ട് എന്താണ് ഹണി കളക്ട് ചെയ്തിട്ട് നമ്മൾ തേൻ കളക്ട് ചെയ്തിട്ട് എന്താ അത് പല രീതിയിലേക്ക് മാറ്റും. ഫസ്റ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഇൻഡസ്ട്രിയുടെ ജോലി. ഓക്കെ, സെക്കൻഡറി ഇൻഡസ്ട്രി പറയാം. The product of primary industry are normally used as raw material to produce variety of finished goods. And it is the secondary industry that uses product of primary industry as its raw materials. അതായത് ഇപ്പൊ നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കണ്ടെടുത്ത സാധനങ്ങൾ അത് റോ മെറ്റീരിയൽസ് ആയിട്ട് വെച്ചിട്ട് സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ പല പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു കോളൊക്കെ വെച്ചിട്ട് എന്താണ് കോൾ, മിനറൽസ്, ഓയിലൊക്കെ വെച്ച് പല പ്രൊഡക്റ്റും ഉണ്ടാക്കും. അത് എവിടെ ഉണ്ടാക്കുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രീസിലാണ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റോ മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. ആ റോ മെറ്റീരിയൽസിനെ പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോട്ടൺ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ടെക്സ്റ്റൈൽ, ടിമ്പർ ടു പ്രൊഡ്യൂസ് ഫർണിച്ചർ, bauxite to produce alumina. The industry is engaged in the erection of building, dam, bridges, roadway, railway, canal, channels, etc. known as construction industries. അതായത് ഇപ്പൊ നമ്മള് പറഞ്ഞു എന്തിൽ നിന്ന് കോട്ടൺ എന്തിനാ കോട്ടൺ നമ്മള് ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെന്താ ടെക്സ്റ്റൈൽ ആകും, തുണിയാക്കി മാറ്റും. ഓക്കെ, അത് സെക്കൻഡറി ഇൻഡസ്ട്രീസിലാണ് അത് നടക്കുന്നത്. ഓക്കെ, ടിമ്പർ ടു പ്രൊഡ്യൂസ് ഫർണിച്ചർ, മരങ്ങള്, തടി എന്താണ് തടി നമ്മള് മിനുക്കിയെടുത്ത് ഫർണിച്ചർ ആക്കി മാറ്റും. അപ്പൊ ആ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സ് നടക്കുന്നതാണ് ഇവിടെ സെക്കൻഡറി ഇൻഡസ്ട്രീസിൽ. മനസ്സിലായില്ലേ? ടെറിട്ടറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാല് these industries are basically concerned with generating or processing of various services and facilitate the functioning of primary industries and secondary industries as well as activities of trade. അതായത് ഇപ്പൊ സെക്കൻഡറി ഇൻഡസ്ട്രിയിലും പ്രൈമറി ഇൻഡസ്ട്രിയിലും നടക്കുന്ന ഫങ്ഷൻസിനെ ആ ഫങ്ഷൻസിനെ വേരിയസ് സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടെറിട്ടറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ് ടെറിട്ടറി ഇൻഡസ്ട്രീസ്. ഫോർ എക്സാമ്പിൾ ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്. ബാങ്കിങ്, ഇൻഷുറൻസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബാങ്കിലൊക്കെ എന്താ നമുക്ക് മെയിൻ ആയിട്ട് വലിയ ഇതുപോലുള്ള ഇൻഡസ്ട്രീസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന ലോൺ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ലോണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലുള്ള വലിയ വലിയ സ്റ്റാർട്ടപ്പ് ഒക്കെ നടത്തുന്നത്. അതുപോലെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇതൊക്കെ കൊടുക്കുന്നത് എന്താണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ ഇത് ഇങ്ങനെ കൊടുക്കുന്ന ടൈപ്പ് ഇൻഡസ്ട്രിയാണ് ടെറിട്ടറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇനി അടുത്തത് manufacturing industry may be divided further into following categories. Analytical industry. Manufacturing industries ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ് analytical industry. Analytical industry manufacture different type of product by analyzing and separating different elements from same product. Petrol, diesel, kerosene, lubricating oil, etc. are produced from crude oil in oil refinery industries. അതായത് അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് പല സംഭവങ്ങൾ അതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്ന ടൈപ്പ് ഇൻഡസ്ട്രിയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഇപ്പൊ പെട്രോള് എന്താണ് ക്രൂഡ് ഓയിൽ നിന്ന് എന്താണ് പെട്രോള്, ഡീസല്, കെറോസിൻ ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കും, മാറ്റി എടുക്കും. അങ്ങനെ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ്. ഒരു പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും മാറ്റി എടുക്കും. Synthetic industry put together various ingredients and manufacture a new product. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ സോപ്പ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പൈനിങ് പൊട്ടാസ്യം കാർബണേറ്റ് ആൻഡ് വെജിറ്റബിൾ ഓയിൽ. അതായത് സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെ തമ്മിൽ കൂടി ചെയ്യുമ്പോഴാണ് പൊട്ടാസ്യം കാർബണേറ്റും വെജിറ്റബിൾ ഓയിലും കമ്പൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ സിമെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ലൈംസ്റ്റോൺ, കോൾ ആൻഡ് അതർ കെമിക്കൽസ്. ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു.
അതാണ് സിന്തറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്താണ്? are those in which raw materials are processed through successive stage to get to the final product. Textile, sugar and paper are the examples of processing industry. അതായത് റോ മെറ്റീരിയൽസ് എന്താ പ്രോസസ് ചെയ്ത് ഫൈനൽ പ്രൊഡക്ട്സിലേക്ക് ആക്കുന്നു. അപ്പോൾ ടെക്സ്റ്റൈൽ നമ്മൾ ടിമ്പർ തടി ഫർണിച്ചർ ആയിട്ട് മാറ്റുന്നു. അതുപോലെ തന്നെ കോട്ടൺ ടെക്സ്റ്റൈൽ ആയിട്ട് മാറ്റുന്നു. ഓക്കെ, ആ ടൈപ്പ് ഇൻഡസ്ട്രിയാണ് പ്രോസസിംഗ് ഇൻഡസ്ട്രി. അസംബ്ലിംഗ് ഇൻഡസ്ട്രി put together various manufactured product and make a new product, as in the case of car, scooter, bicycle, radio and television etc. അതായത് പല ടൈപ്പ് മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ് ഒരുമിച്ചാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, കാർ, സ്കൂട്ടർ, അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്തെടുക്കും. ഓക്കെ, എന്നിട്ട് അത് ഒരുമിച്ചാക്കി ഒരു പ്രൊഡക്റ്റ് ആക്കും. അതാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് ഇൻഡസ്ട്രീസിന്റെ എന്ത് ടൈപ്സ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ ടൈപ്പ് ആണ് പറയുന്നത്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങള് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി. അവിടെ നിന്നാണ് തുടങ്ങുന്നത്, സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. അങ്ങനെയുള്ള ടൈപ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഇനി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓവറോൾ പഠിച്ചത് ഒന്ന് ജസ്റ്റ് കൊമേഴ്സ് ഉണ്ട്. കൊമേഴ്സില് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ആ ഒരു ടോപ്പിക്കും കൂടി ഉള്ളൂ. എന്നിട്ട് നമ്മൾ പഠിച്ചത് മൊത്തത്തിൽ ഒന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ മൊത്തത്തിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.